ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന ADGP MR അജിത് കുമാറിനെതിരെ സർക്കാർ എന്ത് നടപടിയെടുക്കുമെന്നതിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. അപ്രധാന തസ്തികയിലേക്ക് മാറ്റി എതിർപ്പ് ശമിപ്പിക്കാനാണ് സർക്കാർ ശ്രമം. സഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് MR അജിത് കുമാറിനെ മാറ്റി നിർത്താനാണ് സാധ്യത. അതേസമയം തൃശൂർ പൂരം വിവാദത്തിലെ അന്വേഷണ റിപ്പോർട്ട് ഉടൻ കൈമാറിയേക്കും. ചെന്നൈയിലുള്ള ADGP തിരിച്ചെത്തിയാൽ ഉടൻ റിപ്പോർട്ട് DGPക്കും മുഖ്യമന്ത്രിക്കും കൈമാറും. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, വിവാദങ്ങളിൽ മുഖ്യമന്ത്രിക്ക് നടപടിയെടുക്കാൻ ഭയമെന്നടക്കം പ്രതിപക്ഷത്തിന്റെ വിമർശനം നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി സുപ്രധാനമായ കാര്യങ്ങൾ എന്തെങ്കിലും പറയുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താവുമെന്നത് ആകാംക്ഷയാണ്. ഒപ്പം ഈ വിവാദമായി ഇന്നലെ കൂടി വലിയ കൊള്ളക്കമുണ്ടാക്കിയ ആ റിപ്പോർട്ടും അങ്ങനെ സർക്കാരിന്റെ കയ്യിലേക്ക് എത്തുകയാണോ? ഗോകുല, ഈ ADGP MR അജിത് കുമാറിനെതിരെ DGP നടത്തുന്ന അന്വേഷണത്തിന് ഇനിയും 2 ആഴ്ച സമയമുണ്ട്. മുഖ്യമന്ത്രി ഇതുവരെ എടുത്തിരുന്ന നിലപാടെന്ന് പറയുന്നത് DGPയുടെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, അന്വേഷണത്തിൽ ഈ ഭരണമുന്നണിക്ക് അകത്ത് നിന്നും സർക്കാരിനകത്ത് നിന്നും പോലും വലിയ സമ്മർദ്ദമാണ് മുഖ്യമന്ത്രി നേരിടേണ്ടി വരുന്നത്. കഴിഞ്ഞ ദിവസം CPIയുടെ നേതാക്കളടക്കം പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. CPI മന്ത്രി പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി മൗനം തുടരുകയായിരുന്നു. ഇന്ന് 11 മണിക്ക് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. അതിൽ എന്ത് നിലപാടെടുക്കുന്നത് ഏറെ നിർണായകമാണ്. കാരണം ഈ മുഖ്യമന്ത്രിയുടെ സംരക്ഷണയിലാണ് ADGP MR അജിത് കുമാർ ഇതുവരെ തുടരുന്നു എന്നാണ് ADGP MR അജിത് കുമാറിനെതിരായ നടപടിയിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഒപ്പം തന്നെ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട്, അത് ADGP ഇത്രകാലം വൈകിയ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്ക് നൽകണം എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇപ്പോൾ 5 മാസത്തിന് ശേഷം അത് സർക്കാരിന്, DGPക്കും മുഖ്യമന്ത്രിക്കും ഉടൻ തന്നെ ADGP കൈമാറുമെന്ന വിവരം കൂടിയാണ് ഈ പകൽ രാവിലെ വരുന്നത്.